ചേച്ചി, ആ സോമീഷിന്റെ കൂടെ കുട്ടിയും കോലും പോലെ നടക്കുന്ന ആ റാഷിക്ക് ചെറുക്കനില്ലേ, ആ ചെറുക്കൻ പിന്നെയും പെണ്ണ് കെട്ടാൻ പോണെന്ന് കേട്ട് ശരി തന്നെ? എന്റെ പൊന്നോ, ഇവനെയൊക്കെ എന്തു വെച്ചുണ്ടാക്കിയോ എന്തോ. എന്ത് പോകണ ഒന്നും കണ്ടൂടെ? എന്നാ തെങ്ങിന്റെ മേലോട്ട് കയറി നോക്ക്, അപ്പൊ നന്നായിട്ട് കാണാം. നീയൊക്കെ രാവിലെ നുണ പറയാൻ വേണ്ടിട്ടാണ് ഹോസ്റ്റലിൽ നിങ്ങോട്ട് എഴുന്നള്ളുന്നത്. ആവശ്യത്തിന് ഹെഡ്നേഴ്സൊക്കെ അങ്ങ് ആശുപത്രിക്കകത്ത്. നിങ്ങളിപ്പോ ഇവിടെ ഓട വെട്ടാൻ വന്ന ബംഗാളി. വീട് ചേച്ചി, കുറച്ചു നേരം എടുക്കും ഒന്ന് ശരിയാകാൻ. വന്നല്ലേ ഉള്ളു. ഇന്നലെ മനുസാറിന്റെ വായിന്ന് നന്നായിട്ട് കിട്ടിയെന്നാ അറിഞ്ഞ. അതിന് ഞാൻ അവനെ പണിയും. നീയൊക്കെ കണ്ടോ? നാളെ രാവിലെ രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് പോണത് കാണാം. നീയൊക്കെ എനിക്കിട്ട് തടമെടുക്കാതെ ആ ഈന്തപ്പനക്ക് തടമെടുക്ക്. ഈ തട എടുക്കുന്നതൊക്കെ ശമ്പളത്തിന്റെ കൂടെ കിട്ടുവോ? ആ, മറന്നു. കൂലി കിട്ടിയാലും ഇല്ലെങ്കിലും ഇന്ന് കുടുംബശ്രീയുടെ ചിട്ടിയാ. ചിട്ടി ഇടുന്നതിന് മുമ്പ് മേശയില് പൈസ വച്ചേ പറ്റൂ. ആ, ഓറ്റി വന്നിട്ട് പോരേടി. ഓറ്റിയല്ല, നിങ്ങൾക്ക് കിഴങ്ങിരിക്കുന്നു. ഓറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഈ ജോലിക്ക് വരേണ്ട കാര്യമുണ്ടോ? ആദ്യം ഗോപുണ്ണം പൈസ വെക്കണം. കുണ്ടറയില് മുങ്ങിയ കുണ്ടാങ്കടവിൽ പൊങ്ങുന്ന മുതല. നിന്റെയൊക്കെ ഒരു നാക്ക്. അണ്ണാ, അതല്ലടി പെണ്ണേ, ഞാൻ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തതാ. അണ്ണാ, അണ്ണന്റെ ബീഡി. നീയൊക്കെ നാക്ക് പൊക്കിയ അനസതി മോത്തിണ്ടാവും. ആ, ഗോപുണ്ണം പൈസ തന്നേ. ഇനി എല്ലാരും പൈസ വെച്ചേ. ആൾക്കാർ നിൽക്കണം. അപ്പൊ ആളില്ലായിരുന്നെങ്കിൽ നമ്മൾ 5 പേരുടെയും പേരുകൾ എഴുതിയിട്ടിട്ടുണ്ട്. അവളുടെ ഗോപണ്ണന്റെ പേരുമാണ്. അല്ല പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തുറന്ന് നോക്കിക്കളവി. അയ്യോ, ഞാനൊന്നും പറയണില്ലേ. നിന്റെയൊക്കെ തോന്നിയ പാട്. എടിയേ, ഒരുപാടിട്ടങ്ങ് കുലുക്കാതെ നിന്റെ നറുക്കങ്ങ് തറയിപ്പോ. കൂലിക്ക് കഴിഞ്ഞു. നിങ്ങൾ തന്നെ അങ്ങ് എടുക്ക്. സംശയം അങ്ങ് മാറട്ടെ. എടി, ചിട്ട് നിന്റെ അച്ഛനാ വീണത്. എന്റെ അച്ഛനാ? അതിന് എന്റെ അച്ഛൻ ചിട്ടില്ലല്ലോ. ദാണ്ടെ കള്ളനെന്ന് എഴുതിയിരിക്കണം. അയ്യോ, ഇന്നലെ വാർഡിൽ കള്ളനും പോലീസും കളിച്ച പേപ്പർ ഇതിലാണ് വീണത്. അതെന്തായാലും നന്നായി. ഇതെന്തായാലും മനസ്സാർ അറിയണം. എടി നുണച്ചി, നീയായിട്ട് പോയി പറയാതിരുന്നാ മതി. ഓ, അവള് ഒട്ടും പറയാത്തവള്. നിങ്ങൾ ചിട്ടി ഇടുന്നെങ്കിൽ ഇട്. ആ ചിട്ടി അടിച്ചിട്ട് വേണം എനിക്ക് വണ്ടിയുടെ ബമ്പർ മാറാൻ. ഇനി നിങ്ങൾ എടുക്കണം. വല്ലാത്തൊരു. നീ തുറന്നു വായിക്ക്. എനിക്കതിനുള്ള ധൈര്യമില്ലേ? ഞാൻ വായിക്കാം. തൊടുപുഴ ഗോപു.
സുശീലേച്ചിയെ കേട്ടോ? കേട്ടടി സുശീലേ, കേട്ട്. അതങ്ങനല്ലേ വരുള്ളൂ. അവന് തെങ്ങി കയറാതെ കിട്ടിയില്ലേ? എടി സുശീലേച്ചി, അയ്യോ ചേച്ചി, ദേ ആ പ്രസിഡന്റ് കാരണം. എല്ലാവരും കൂടെ ഒത്തിരി അഭിനയിക്കണം. കുറെ സമയമായി നിങ്ങളൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നതെന്നും എന്തൊക്കെ പറയുന്നതെന്നും ഞാൻ കേൾക്കുകയും കാണുകയായിരുന്നു. പ്രസിഡന്റ്, അതൊക്കെ എന്തോ, ഞാനിപ്പോൾ അതിലെല്ലാം വന്നത്. നമ്മുടെ A4 വാർഡിലെ സുമേഷിന്റെ മകന് പെട്ടെന്ന് വയ്യാണ്ടായി. ഒരു എമർജൻസി ഓപ്പറേഷൻ വേണമെന്നാ പറയുന്നത്. ഒരുപാട് കാശൊക്കെ ചെലവ് വരും. നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് സഹായിക്കണം എന്ന് പറയാനാ ഞാൻ വന്നത്. പക്ഷേ നിങ്ങളുടെ ഈ പൈസയ്ക്ക് വേണ്ടിയുള്ള അടിയും കുറ്റം പറച്ചിലും ഒക്കെ കേൾക്കുമ്പോൾ ചോദിക്കാനേ തോന്നുന്നില്ല. പ്രസിഡന്റ്, ഞങ്ങൾക്ക് എല്ലാവർക്കും പൈസയുടെ ആവശ്യമുണ്ട്. വഴക്കുകൾ കൂടുമ്പോ വായി തോന്നിയതൊക്കെ പറയും. പെട്ടെന്നുള്ള ദേഷ്യത്തില് പരസ്പരം പ്രാവുകയും ചെയ്യും. പക്ഷേ ഞങ്ങളിൽ ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ അതെല്ലാം മാറ്റിവെക്കും. ഞങ്ങളുടെ കുടുംബക്കാരോടും വീട്ടുകാരോടും ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവരോടൊപ്പവും ഈ ആശുപത്രിയിലുമാണ് ജീവിക്കുന്നത്, സഹകരിക്കുന്നത്. ജീവിതം ഏറെക്കുറെ ഇവിടെ തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ ഇടയിലുള്ള വഴക്കും ഈ വക്കാണവും ഈ വാശിയെല്ലാം അതങ്ങനെ കണ്ടാൽ മതി. ഇതല്ലാതെ ഞങ്ങൾക്ക് എന്ത് രസമാണുള്ളത് ഇവിടെ. പ്രസിഡന്റ്, ശമ്പളം വരട്ടെ, ഞങ്ങൾ ബാക്കിയുടെ തരാം. ഞാൻ നിങ്ങളുടെ ആശുപത്രിയിലുള്ള ആളല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. നിങ്ങൾക്കുള്ളിലെ ഈ ഒരുമയും സ്നേഹവും കാണുമ്പോൾ കൂടപ്പുറപ്പുകൾക്ക് പോലും ഇത് തോന്നില്ല. മാപ്പ് അതിലൊന്നും സംസാരിക്കുന്നില്ല, വൈകാരികമായി പോകും. അവരുടെ ഒരു കുട്ടുവച്ചോടം. ഓടിക്കോ! ഏഷണി, വെറുപ്പ്, ദേഷ്യം എന്നിവയെ തോൽപ്പിക്കാൻ മനുഷ്യത്വമുള്ള മനുഷ്യനെ സാധിക്കും. അങ്ങനെയുള്ള മനുഷ്യർ നമ്മൾ മേൽക്കണ്ട ആശുപത്രികളിൽ മാത്രം.